ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ട് ഇരിക്കുന്നു. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? ഇന്നത്തെ സംസാര വിഷയം ഒരു വീഡിയോ കണ്ടതിനടുത്ത് ഒരു ഉസ്താദ് വയല് പറയണതിൻ്റെ ഇടയിൽ പറഞ്ഞൊരു കാര്യമാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഒരു റീൽസായിട്ടാണ് കണ്ടത് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ സംസാരം. കുറേ ആയി കേട്ടിട്ട് ഇങ്ങനെ പറയണമെന്ന് വിചാരിക്കും, അതിനെപ്പറ്റി സംസാരിക്കണം എന്ന് വിചാരിക്കും. പക്ഷെ അപ്പം വേറെ എന്തെങ്കിലും ഒരു വിഷയം കിട്ടും, അപ്പം അത് പറയും. അങ്ങനെയായിട്ട് അത് പറയാനായിട്ട് പറ്റലില്ല കേട്ടോ. ഇന്നും ഇപ്പോൾ 27 യാസീൻ ഒതുക്കൂടെ നിസ്കരിച്ചൂടെ എന്നൊക്കെ പറയണ്ട കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറേ നേരം വഴുകി. പിന്നെ വെച്ചെങ്കിൽ പകലൊക്കെ നല്ല ബിസി ആയിരുന്നു കേട്ടോ. കുഞ്ഞുവാവൊക്കെ ഉള്ളതല്ലേ, അപ്പം അതുകൊണ്ട് പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും വൈകുന്നേരത്ത് ചീനി ഉണ്ടാക്കലും പള്ളിക്ക് കൊടുത്തേക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറേ നേരം വഴുകി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എപ്പോഴാണോ അപ്ലോഡ് ആവുമെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഉസ്താദ് പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഉസ്താദ് എന്താ പറഞ്ഞതെന്നറിയോ? ആങ്ങളമാർ കല്യാണം കഴിച്ച പിന്നെ പെങ്ങന്മാരവിടെ കാര്യം നോക്കാനും ഭരിക്കാനും ബാപ്പാനും ഉമ്മാനും ഉപദേശിക്കാനൊന്നും ചെല്ലരുതെന്ന്, ആ പണിക്ക് പോകരുതെന്ന്. അങ്ങനെയായിട്ടാ ഉസ്താദ് പറഞ്ഞത്. ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരാൺകുട്ടി കല്യാണം കഴിച്ചാൽ പിന്നെ അവൻ്റെ പെങ്ങന്മാർ കല്യാണം കഴിച്ച പെങ്ങന്മാരുണ്ടാവുമല്ലോ, അവരോടൊന്നും ആങ്ങളുടെ ഭാര്യനെ ഭരിക്കാനായിട്ട് അങ്ങോട്ട് പോകരുത് എന്ന്. പിന്നെ പെൺകുട്ടികൾ പോയിട്ട് ഉമ്മാനും പാപ്പാനൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് മരുമകൾക്കെതിരെ തിരിക്കണ ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ഒക്കെ ചില വീടുകളിലൊക്കെ ഉണ്ട് അങ്ങനെ. അപ്പോൾ ആ പണിക്കൊന്നും പോകരുത്. പിന്നെ പോവുക വരിക, വല്ലതുണ്ടെങ്കിൽ കിട്ടിയെങ്കിൽ തിന്നുക പോരുക. അങ്ങനെയായിട്ടാണ് പറഞ്ഞത്. ഇന്നിവിടെ എന്താ ഭക്ഷണം വിളമ്പാത്തെന്നൊന്നും ചോദിക്കരുത്. അവിടെ വല്ല ഭക്ഷണം പാകം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് പാകം ചെയ്ത് തിന്നുക, മിണ്ടാതെ പോരുക. അല്ലാതെ അവിടെ ഭരിക്കാൻ നിൽക്കരുത്. ആങ്ങളുടെ ഭാര്യനെ ഭരിക്കാൻ നിൽക്കരുത്. പാപ്പാനും ഉമ്മാനെയും ഉപദേശിച്ചിട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് മരുമകൾക്കെതിരെ തിരിക്കരുത്. അങ്ങനെയൊക്കെയാണ് ഉസ്താദ് പറഞ്ഞത്. അപ്പം ഞാൻ പറയട്ടെ ഒരു കാര്യം, എൻ്റെ ഒരു അഭിപ്രായം പറയട്ടോ. ഈ പെങ്ങന്മാരെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരാൺകുട്ടിയുടെ പെങ്ങന്മാർ, ആൺകുട്ടിയുടെ കൂടെ പിറന്ന പെങ്ങന്മാരുണ്ടാവുമല്ലോ, പെങ്ങന്മാരെന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്തിരിക്കാൻ വേറെ ആർക്കെങ്കിലും പറ്റും? ഒരു പെങ്ങളുടെ സ്ഥാനത്തിരിക്കാൻ വേറെ ആർക്കെങ്കിലും ഈ ലോകത്ത് വേറെ ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റുമോ? ആ സ്ഥാനത്തിരിക്കാൻ പിന്നെ ഭരിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ ഭരിക്കാൻ വരിക, അതായത് ആങ്ങളുടെ ഭാര്യനെ ഭരിക്കാൻ വരിക എന്ന് പറയാം. ആങ്ങളുടെ ഭാര്യനല്ല അവിടെ ഭരിക്കുന്നുണ്ടാവുക. അവർ ആങ്ങളന്മാർ പല ഇതും ചിലപ്പോൾ ആങ്ങളന്മാർ ഈ പെങ്ങന്മാരായിട്ട് താഴെയുള്ള ആങ്ങളന്മാരാവും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ആങ്ങളന്മാരെ നേരാവണ്ണം ഉപദേശിച്ച് നേരാവണ്ണം വരുത്തുക എന്നുള്ളതാവും ചിലപ്പോൾ ഈ പെങ്ങന്മാരുടെ ഉദ്ദേശം. അതിനവിടെ ഭരിക്കുക എന്നുള്ളൊരർത്ഥം അവിടെ വരുന്നില്ല. അപ്പോൾ ഒരു പെങ്ങൾക്ക് ചെന്നിട്ട് ഉപദേശിക്കാൻ പിന്നെ ഉപദേശിക്കാനുള്ള അവിടെ ഒരു അധികാരമുണ്ട്. അപ്പോൾ ആ അധികാരം അവൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ പെങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പെങ്ങൾ ചെയ്യണ്ട ഭരിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുമ്പോൾ അവിടേക്ക് ചെല്ലാൻ, പെങ്ങളെ സ്ഥാനത്ത് കയറി ചെല്ലാൻ ആർക്കോ പിന്നെ അധികാരമുള്ളത്? പണ്ടൊരു കാരണവന്മാർ പറയില്ല, താനിരിക്കേണ്ട സ്ഥാനത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ നായ്ക്കൾ കയറി ഇരിക്കുമെന്ന് പറയാറില്ല. അപ്പോൾ പെങ്ങന്മാരോട് ഇങ്ങോട്ട് വരണ്ട, ഭരിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുമ്പോൾ ആ പെങ്ങന്മാർ ചെല്ലാതിരുന്നാൽ ആ പെങ്ങന്മാരുടെ സ്ഥാനം അവിടെ
എന്തെങ്കിലും ഇപ്പോൾ പിന്നെ ആങ്ങളമാരെ നേർവഴിക്ക് നയിക്കൽ മാത്രമല്ലല്ലോ പെങ്ങന്മാരെ റോള്. അവിടെ പല റോളും ഉണ്ടാവും പെങ്ങന്മാർക്ക്. അവിടെ ഒന്നും പെങ്ങന്മാർ ഇരുന്നില്ലെങ്കിൽ അവിടെ ആരനെ പിന്നെ ആങ്ങളമാരിരുത്തുക? അയൽവാസികളെ വിളിച്ച് കയറ്റി അവിടെ ഇരുത്താൻ പറ്റുമോ? അതല്ലെങ്കിൽ പിന്നെ ബന്ധുക്കാർ വന്നിരിക്കണം. ബന്ധുക്കാർ വന്നിരുന്നാൽ ആ സ്ഥാനം ഫില്ലാവുമോ? പെങ്ങന്മാരിരിക്കേണ്ട സ്ഥാനത്ത് ബന്ധുക്കാർ വന്നിരുന്നാൽ, ഭാര്യയുടെ ആൾക്കാർ വന്നിരുന്നാൽ അതവിടെ ആ ഒരു സ്ഥാനം അവിടെ ഫില്ലാവുമോ? പിന്നെ പിന്നെ ചില പെങ്ങന്മാരുണ്ടാവും, പിന്നെ ആങ്ങളമാർ നന്നായാലാണ് ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വക കിട്ടുള്ളൂ. അങ്ങനെ ആഗ്രഹിക്കണ പെങ്ങന്മാരുണ്ടാവും. അപ്പോൾ ആങ്ങളമാർ നേർവഴിക്ക് നടക്കണില്ല എന്ന് കാണുമ്പോൾ ചിലപ്പോൾ പെങ്ങന്മാർ പറയും, നീ അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പറയും. അതൊരു ഭരണമല്ല. അതായത് അവൻ നന്നായാൽ പെങ്ങൾക്ക് മാത്രമല്ല ഗുണം, അവൻ്റെ ഭാര്യക്കും മക്കൾക്കും പിന്നെ അവിടുത്തെ ഉമ്മാക്കും പപ്പാക്കും ഒക്കെ ഗുണമുണ്ടാവും. ഉണ്ടാവില്ലേ? പിന്നെ ആങ്ങളമാർ ദൂരത്തടിക്കുന്ന കാണുമ്പോൾ പെങ്ങന്മാർ ചിലപ്പോൾ പറയും. ചിലപ്പോൾ പെങ്ങന്മാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാവും ഈ ആങ്ങളമാർ തന്നെ കൂടെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവരുടെ ചെറുപ്പകാലത്തൊക്കെ ചിലപ്പോൾ ഈ പെങ്ങന്മാരും ആങ്ങളമാരും ഒക്കെ കൂടെ കൂടി എല്ലാ വാപ്പാടുമാരുടെയും കഷ്ടതകൾക്കൊപ്പം എല്ലാ ഇല്ലായ്മയും ഒക്കെ സഹിച്ചിട്ട് ജീവിച്ച് വന്ന ആൾക്കാരാവും. അപ്പോൾ പെങ്ങന്മാരെ കെട്ടിക്കണ കാലത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തിട്ട് അന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ കൊടുത്തു പോയിന്. പിന്നെ ആൺകുട്ടികളൊക്കെ ഒന്ന് വലുതാവട്ടെ, അവർ നന്നാവട്ടെ, എന്നിട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാപ്പന്മാർ പെങ്ങന്മാരെ കല്യാണം കഴിച്ച് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അവർ ഈ ആങ്ങളന്മാർ നന്നായി വലുതായി ഒക്കെ വന്നു കഴിയുമ്പോൾ അവർ അനാവശ്യമായിട്ട് കാശ് ചിലവാക്കണ കാണുമ്പോൾ ആവശ്യത്തിന് ഇല്ലാണ്ട് കുറേ കഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ജീവിച്ച് വന്ന ആൾക്കാർ ഈ അനാവശ്യമായിട്ട് പൈസ ചിലവാക്കണ കാണുമ്പോൾ ചിലപ്പോൾ പെങ്ങന്മാർ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വരും. അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ അത് അവർ ഭരിക്കലല്ല. കാരണം അനാവശ്യമായിട്ട് പൈസ ചിലവാക്കുമ്പോൾ പെങ്ങന്മാർക്ക് തന്നില്ലെങ്കിലും അവരെ ഭാര്യക്കും മക്കൾക്കും തന്നെ അതുകൊണ്ട് ഗുണമുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അതിനൊന്നും നാത്തൂമാരെ ഭരിക്കുക എന്നൊന്നും അതിനർത്ഥമില്ല. നാത്തൂമാർക്ക് ചിലപ്പോൾ അവരടിച്ച് പൊളിച്ച് ജീവിക്കണതിന് പെങ്ങന്മാർ വന്ന് ഇടപെടുക എന്ന് നാത്തൂമാർ പറയണത് അവർക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ ഇവർ ജീവിച്ച് വന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് വന്ന പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല. അപ്പോൾ ഈ പെങ്ങന്മാരോട് വന്ന പെണ്ണുങ്ങളോട് ആങ്ങളമാരെ ഭാര്യമാരോട് പെങ്ങന്മാർക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ പറയും, ഭരിക്കാൻ വന്നാൽ നാത്തും പോയിട്ട് എടുക്കാൻ വന്നെന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ പേരിൽ അവരോടൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ വാപ്പാടും ഉമ്മാടും പറഞ്ഞെന്ന് വരും, നിങ്ങൾക്കൊന്ന് പിന്നെ നിയന്ത്രിച്ചൂടെ അന്നൊക്കെ ചിലപ്പോൾ വാപ്പാക്കും ഉമ്മാക്കും പറയാൻ ഓപ്ഷൻ ഉണ്ട് അവിടെ. അതുപോലെ ഇപ്പോൾ കെട്ടിക്കൊടുന്ന പെണ്ണുങ്ങളോട് ചിലപ്പോൾ പെങ്ങന്മാർക്ക് പറയാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ ആങ്ങളന്മാരോടും ഉമ്മാടും വാപ്പാടൊക്കെ തന്നെ പറയാം. അതിന് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പെണ്ണുങ്ങൾക്ക് പെങ്ങന്മാർ ഭരിക്കാൻ വന്നൊന്നും പറയേണ്ട കാര്യവുമില്ല. അവർ കഴിഞ്ഞ് ജീവിച്ച് വന്ന സാഹചര്യങ്ങൾ അങ്ങനെയോ. അപ്പോൾ ഇപ്പം ഇങ്ങനെ ദൂരത്തടിക്കുക കാണുമ്പോഴും ആക്കുമ്പോഴൊക്കെ അവർ ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. അപ്പോൾ നാത്തുമാരോട് പറയാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ ഉമ്മാടും വാപ്പാടൊക്കെ പറഞ്ഞെന്ന് വരും. അപ്പോൾ ചിലപ്പോൾ അവരുടെ സങ്കടങ്ങളാവും, ചിലപ്പോൾ അവരുടെ വിഷമങ്ങളാവും. നമുക്ക് ഏതൊരു പെണ്ണിനായാലും പിന്നെ എന്തെങ്കിലും മനസ്സിൽ ബുദ്ധിമുട്ട് കെട്ടിച്ച് കൊടുത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് പറയാനുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ അവനവൻ്റെ ആങ്ങളമാർ, ഉമ്മ, പാപ്പ ഒക്കെ. അതിപ്പോൾ നാത്തൂന്മാരവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവർക്കിത് പറയാതിരിക്കാനൊന്നും പറ്റില്ല. അവരെവിടെ പോയി പറയും? വേറെ എവിടെയെങ്കിലും പോയി പറയാൻ പറ്റുമോ? അപ്പുറത്തെ വരെ പോയി പറയാൻ പറ്റുമോ? അതല്ലെങ്കിൽ നാട്ടുകാരോട് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. അവൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ അവനവൻ്റെ ആൾക്കാരോട് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പം അതിനിപ്പോൾ നാത്തൂമാർ ഞങ്ങളേന്ന് പിന്നെ കുശു പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോവുകയാണ്, പിന്നെ എൻ്റെ കുറ്റം പറഞ്ഞു കൊടുക്കുകയാണ്. ഉമ്മാടും വാപ്പാടും വന്നിട്ട് പെങ്ങന്മാർ വന്നിട്ട് എന്നെ കുറ്റം പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എന്നെ ഭരിക്കുകയാണ്.
അങ്ങനത്തെ അർത്ഥത്തിലൊന്നും അത് ചിലപ്പോൾ അങ്ങനെ കാണേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പെങ്ങന്മാർക്കൊരു സ്ഥാനം ഉണ്ട്. ആ പെങ്ങന്മാരുടെ സ്ഥാനത്ത് പെങ്ങന്മാർ തന്നെ നിൽക്കണം. അത് ദുഷ്ടത്തി ആയാലും വട്ടത്തി ആയാലും കുറുമ്പത്തി ആയാലും പിന്നെ ഭരിക്കണ കാര്യമായാലും എന്തായാലും ആ പെങ്ങന്മാർക്കൊരു സ്ഥാനമുള്ളത് അവിടെ ഇരിക്കാനും പെങ്ങന്മാർക്ക് തന്നെ പറ്റുള്ളൂ. മറ്റൊരാളെ വിളിച്ചിരുത്താൻ പറ്റില്ല അവിടെ. ഏതാങ്ങളന്മാർക്കും പറ്റില്ല. ഇപ്പോൾ ഒരു ആൺകുട്ടിക്ക് പെണ്ണന്വേഷിച്ച് പോവുകയാണ്, പെങ്ങന്മാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആൾക്കാരുണ്ടെങ്കിൽ, പെങ്ങന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചോദിക്കും, നിങ്ങൾക്ക് പെങ്ങന്മാരില്ലേ എന്ന് ചോദിക്കൂല. അപ്പം എൻ്റെ പെങ്ങന്മാരൊന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ പെങ്ങന്മാരായിട്ട് ലോകില്ല, അല്ലെങ്കിൽ എൻ്റെ പെങ്ങന്മാർ ഭരിക്കാൻ വരുന്ന ആൾക്കാരാണ്, കാരണം ഞങ്ങൾ കൂട്ടണില്ല എന്നൊക്കെ അവർക്ക് അവിടെ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ പെങ്ങന്മാർ അവരന്വേഷിക്കും, എന്തുകൊണ്ടാണ് അവിടെ പെങ്ങന്മാർ പെണ്ണന്വേഷിച്ച് വരുമ്പോൾ കാണാൻ വരാതിരുന്നതെന്ന് അവരന്വേഷിക്കും. അപ്പോൾ ജനങ്ങളെന്താ പറയുക? അവിടെ എപ്പോഴും പെങ്ങന്മാരവിടെ വന്നാൽ എപ്പോഴും വഴക്ക വർത്താനാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെണ്ണിനെ കൊടുക്കുക. അപ്പോൾ പെങ്ങന്മാരില്ലാണ്ട് പെണ്ണിനെ കൊടുക്കുന്നവരെ പെങ്ങന്മാർ വേണം, അല്ലെങ്കിൽ പെണ്ണ് കെട്ടുന്നവരെ പെങ്ങന്മാർ വേണം. അത് കഴിഞ്ഞാൽ പിന്നെ പെങ്ങന്മാർ കറിവേപ്പില. പിന്നെ പെങ്ങന്മാർ ഭരിക്കണവരായി, പിന്നെ എന്താ പറയുക, പോരെടുക്കണവരായി, അങ്ങനെ ഇങ്ങനെ വേണ്ട ബഹളായി. അപ്പോൾ ഒരു പെണ്ണ് കെട്ടണം എന്ന് വരെ എന്തായാലും പെങ്ങന്മാരായിട്ട് കൂടെ ജനിച്ച 1 2 3 പേര് ഉണ്ടെന്നുണ്ടെങ്കിൽ പെണ്ണ് കെട്ടുന്നവരവർ വേണം. അതിലില്ലാതെ നടക്കില്ല. ഒരു കല്യാണത്തിന് തന്നെ ആയാലും പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോകണമെങ്കിൽ പെങ്ങന്മാർ വേണം. വേണ്ട പെങ്ങന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ വേണം. ഇതിപ്പോൾ നമ്മൾ ഞങ്ങളെ കല്യാണത്തിന് ഞങ്ങൾ പോകണില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ നമ്മൾ പോകണില്ല വിചാരിച്ചാൽ അവിടെ സ്ഥാനത്തിരിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടാവും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, താനിരിക്കണ സ്ഥാനത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ നായ്ക്കൾ കയറിയിരിക്കണം. അവിടെ ഇഷ്ടം പോലെ നായ്ക്കളുണ്ടാവും. അത് നമുക്ക് കാണാനും പറ്റും ഏതൊക്കെ. അപ്പം നമുക്കും പെങ്ങന്മാർക്കും മനസ്സിലാവുക, ഞാനവിടെ ഇരുന്നില്ലെങ്കിൽ അവിടെ ഇരിക്കാൻ നായ്ക്കളുണ്ട്. അതിൽ ഏതൊക്കെ നായ്ക്കളാണ് അവിടെ വന്ന് ഇരിക്കണതെന്നും നമുക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പോൾ ഉസ്താദ് അപ്പം അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നു. പെങ്ങന്മാരുടെ വിഷമങ്ങൾ പറയാനും സങ്കടങ്ങൾ പറയാനും എല്ലാത്തിനുള്ളൊരു സ്ഥാനം, ഒരു സ്ഥലം വേണ്ടേ? എന്തെങ്കിലുമൊക്കെ നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ പറയാനാവും. ഉമ്മയും വാപ്പയും ജീവിച്ചിരിക്കണ കാലം വരെ ഉമ്മാട് വാപ്പാട് എന്ന് തന്നെ പറയാം. ചിലപ്പോൾ ഭർത്താവിൻ്റെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളും ഭർത്താവിൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആവും പറയാണ്ടാവും. അത് ഉമ്മാടും വാപ്പാടും ആങ്ങളന്മാരും ചിലപ്പോൾ നാത്തൂൻ കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സ്വകാര്യത്തിൽ ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. അതിപ്പം നാത്തൂൻ കേൾക്കാതെ പറഞ്ഞു എന്ന് വെച്ചിട്ട് നാത്തൂൻ്റെ കുറ്റം പറയുമെന്നല്ല, അത് ഇവരുടെ വിഷമങ്ങളാണ് അവർ പറയണത്. അല്ലാണ്ട് നാത്തൂനായിട്ട് അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മാനും അപ്പാനെയും ബ്രെയിൻ വാഷ് ചെയ്യൊന്നല്ല. അങ്ങനൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഓക്കെ, അതാണ് ഇന്നത്തെ സംസാരം. വിഷയം പറഞ്ഞു കഴിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ ടൈം ഓവറായി, അതുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും റംദാൻ ആശംസകൾ.